ഇന്ന് വർക്കുള്ള ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ കാണാനായിട്ട് പോണത്. രാവിലെ ഒരു 6:30 എണീറ്റു നമുക്കൊരു 8-8:45 ആകുമ്പോൾ നമുക്ക് ഇവിടെ റീച്ച് ആവണം. അങ്ങനെ രാവിലെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഡേ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഡെയിലി ഇപ്പം ഞാൻ ഈ ഒരു കരിക്കിന്റെ വെള്ളം രാവിലെ എണീറ്റ് ഉടനെ കുടിക്കാറുണ്ട് കേട്ടോ. ചായയും കോഫിയൊന്നും കുടിക്കാറില്ല, കൂടുതലും കരിക്കും വെള്ളമാണ് കുടിക്കാറുള്ളത്. അങ്ങനെ പതിയെ അതൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ നേരെ റെഡി ആവാനാണ് പോയത്. റെഡി ആയിട്ട് വന്നപ്പോൾ അമ്മ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഓരോ ഇതിലായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ എടുത്ത് കഴിക്കണം, വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടെ ടൂർ പോകുന്നല്ലോ അമ്മ എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്ത് വെള്ളമൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഡ്രസ്സ്. കുറച്ചിപ്പോൾ ലൂസായിട്ട് ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വയറിനെ വന്നിട്ട് ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കും. അങ്ങനെ റെഡിയായിട്ട് രാവിലത്തെ ഗുളിയൊക്കെ കഴിച്ചിട്ട് നേരെ അരന്തന്നെ വിളിച്ചിരുന്നിട്ട് ഉറക്കപ്പിച്ചിലാണ് എന്നെ കൊണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ നമ്മുടെ വർക്ക് വരുന്നത് ഓബൈ താമരയിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ സിഇഒയും ഉണ്ട്, വേറൊരു ചേച്ചി ഉണ്ട് കേട്ടോ കൂടെ. അങ്ങനെ നമ്മൾ നേരെ ഒരു 9:30 ആയപ്പോൾ അവിടെ റീച്ചായി. അങ്ങനെ അവിടെ റീച്ച് ആയതിനു ശേഷം ക്ലയന്റിനെ വിളിച്ച് റൂം നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നേരെ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ പിന്നെ ഫോറിനേഴ്സിനാണ് കേട്ടോ നമ്മൾ ഒരുക്കാനായിട്ടുള്ളത്. ഒരുപാട് പേരുണ്ട്, ഏകദേശം ഒരു 10-15-20 പേരോളം ഉണ്ട് ഒരുക്കാനായിട്ട്. അപ്പോൾ 2 ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ. അപ്പുറത്ത് വേറെ ആർട്ടിസ്റ്റും ഉണ്ട് അപ്പുറത്തെ റൂമിൽ. അങ്ങനെ നമ്മൾ ചെന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ക്ലയന്റ് എമ. ഈ ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ റെഫറൻസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഭയങ്കര സ്വീറ്റ് ആയിരുന്നു കേട്ടോ. എല്ലാ ക്ലയൻസും ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. ഇവർ അയർലൻഡിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഏതൊരു റിലേറ്റീവിന്റെ കല്യാണമാണ്. പെണ്ണ് വന്നിട്ട് നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തുള്ളതാണ്. ഇതാണ് കേട്ടോ എൻ്റെ സെക്കൻഡ് ക്ലയന്റ്. എന്തുകൊണ്ടാണ് തന്നോടെ പുള്ളിക്കാരി കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ അച്ഛമ്മനെയാണോ ഓർമ്മ വന്നത്. ഒരുക്കി കഴിഞ്ഞപ്പോൾ ഒരു ബൊമ്മേനെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പുള്ളിക്കാരിയും ഭയങ്കര സ്വീറ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് എക്സ്ട്രാ ടിപ്പും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് ഒക്കെ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് പേരുടെ മേക്കപ്പും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. നിന്ന് തിരിയാൻ സമയമില്ലാതെ പെട്ടെന്ന് പെട്ടെന്നാണ് എല്ലാം ചെയ്തത്. അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു കേക്ക് കഴിച്ചു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. വലിയ മധുരവും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. കാരണം ഇത്രയും നേരം കുറേ ഓടിയതാണ്. അതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ഈ ഒരു ജീൻസ് എനിക്ക് നല്ല ലൂസായിരുന്നു. ഞാൻ പിന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഒരു 2 മാസം കൂടി ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 2:45 അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കാറിൽ ഇരുന്നാണ് കേട്ടോ ആപ്പിളും ബാക്കിയൊക്കെ കഴിച്ചത്. എന്നിട്ട് നേരെ വീട്ടിലോട്ടാണ് വന്നത്.